കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഓക്കെ, അപ്പോൾ ഞാൻ വേഗത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്ലോകം മുഴുവൻ വായിക്കുന്നില്ല, എന്നാലും പറയുന്നു. 24 ശ്ലോകം മുതൽ നമ്മൾ ഇന്ന് കണ്ടു. അതായത് പരിശുദ്ധ മഹാരാജാവിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയുന്നു. ധർമ്മം പാലിക്കുന്ന കാര്യത്തിലാണെങ്കിൽ യയാതിയെ പോലെയും, അല്ലെങ്കിൽ ഉദാരതയിൽ രന്തിദേവനെ പോലെയും, അതേപോലെ ഭഗവാന്റെ പാദങ്ങൾ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തിന് ഭഗവാനിലുള്ള ക്വാളിറ്റീസ് ഒക്കെ പരിശുദ്ധ മഹാരാജനും ഉണ്ടാവും എന്നുള്ളത്. യസ്യാസി ഭക്തിർ ഭഗവതി അകിഞ്ചന സർവേർ ഗുണേസ്തത്ര സമാസത്തെ സുര. ശ്രീമദ് ഭാഗവതം പറയുന്ന പോലെ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്ന ഓരോ പരിശുദ്ധ ഭക്തർക്കും, ഓരോ ഭക്തർക്കും ഭഗവാന്റേതായിട്ടുള്ള ക്വാളിറ്റീസ് ഒക്കെ, അല്ലെങ്കിൽ ദേവതമാരുടെ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടാവും എന്നുള്ളത്. പരിശുദ്ധ മഹാരാജാവ് അതേപോലെ തന്നെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഈ 25ാമത്തെ ശ്ലോകം നമ്മളിപ്പോൾ വായിച്ചു. ബലി മഹാരാജാവിനെ പോലെ ക്ഷമാശീലനായിരിക്കും, ക്ഷമ എന്ന് പറയുന്ന ക്വാളിറ്റി ഉണ്ടാവും. അതേപോലെ ഭക്തര് പ്രഹ്ലാദിനെ പോലെ ഒരു ശുദ്ധഭക്തനായിരിക്കും എന്നാണ് പറയുന്നത്. പ്രഹ്ലാദിനെ കുറിച്ച് നമ്മൾ പറയേണ്ട, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രഹ്ലാദിനെ കുറിച്ച് എത്ര പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് മതിയാവില്ല, തീരില്ല. അത്രമാത്രം ഗുണങ്ങളാണ് പ്രഹ്ലാദനുള്ളത്. ഭഗവാന്റെ വളരെ പ്രിയപ്പെട്ട ഒരു ശുദ്ധഭക്തനാണ് ശ്രീ പ്രഹ്ലാദ് മഹാരാജ്. എത്ര പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് പ്രഹ്ലാദ മഹാരാജ് സഹിച്ചത്, അതേപോലെ ആരെങ്കിലും സഹിച്ചിട്ടുണ്ടാവുമോ? ഏറ്റവും വലിയ അസുരന്റെ പുത്രനായിട്ട് ജനിക്കുന്നു. ഇനി അങ്ങനെയൊരു മോശമായിട്ടുള്ള, അതായത് വിഷ്ണുവിന്റെ ശത്രുവിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് തന്നെ വിളിക്കാം, അങ്ങനെയുള്ള കുലത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ ജനിക്കുന്നു. മാത്രമല്ല, ഇദ്ദേഹം ഭക്തനായതുകൊണ്ട് ഇദ്ദേഹത്തെ കൊല്ലുവാൻ വേണ്ടി, ഇദ്ദേഹത്തെ നശിപ്പിക്കാൻ, മകനെ കൊല്ലാൻ വേണ്ടി അച്ഛൻ വരെ മുതിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ചെയ്യുന്ന, ഹിരണ്യകശിപു ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. എന്നാൽ എന്തൊക്കെ ചെയ്താലും അദ്ദേഹത്തിന്റെ ഭക്തിയിൽ ഒരു ലവലേശം അതിന് വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഒരു ശതമാനം പോയിട്ട് ഒരു പൊടിക്ക് അനങ്ങിയില്ല. പ്രഹ്ലാദ മഹാരാജ് അത്രയും സ്ട്രോങ് ആയിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഭക്തർ എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അപ്പൊ പ്രഹ്ലാദിനെ പോലെ ഒരു ശുദ്ധഭക്തനാണ്, പരിശുദ്ധ ഭക്തനായിരിക്കും സദ്ഗ്രഹ. പ്രഹ്ലാദിനെ പോലെ ഒരു ശുദ്ധഭക്തനായിരിക്കും. ശുദ്ധഭക്തൻ മാത്രമല്ല, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭക്തൻ തന്നെയായിരിക്കും എന്ന് പറയുന്നു. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, പരിശുദ്ധ മഹാരാജാവ് അശ്വമേധ യജ്ഞമെല്ലാം ചെയ്യുന്നു. അതേപോലെ തന്നെ വൃദ്ധാനാം പര്യുപാസക, വൃദ്ധർ എന്നുദ്ദേശിക്കുന്നത് പ്രായമായിട്ടുള്ള ആളുകൾ, എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ അദ്ദേഹം ഫോളോ ചെയ്യുന്നു, അവരെ പാലിക്കുന്നു, അവരുടെ പാത പിന്തുടരും എന്നാണ് പറയുന്നത് ഇവിടെ. പ്രഹ്ലാദ് മഹാരാജനെ കുറിച്ചും ബലി മഹാരാജനെ കുറിച്ചും ശ്ലോകത്തിൽ ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് പറയുന്നുണ്ട്, വായിച്ചാൽ മതി. പരിശുദ്ധ മഹാരാജാവിനെ ബലി മഹാരാജാവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം വാമനദേവന്റെ ലീലയിൽ നമുക്ക് അറിയാവുന്നതാണ്. പ്രഹ്ലാദ് മഹാരാജാവിന്റെ കാര്യവും നമ്മൾ 7ാമത്തെ സ്കന്ധത്തിൽ പഠിക്കുന്നുണ്ട്, പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ആണ്. എന്നാൽ 7ാമത്തെ സ്കന്ധത്തിൽ നമ്മൾ ഒരുപാട് അധ്യായങ്ങളിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് 7ാമത്തെ സ്കന്ധം ഓൾമോസ്റ്റ് മുഴുവനും, അല്ലെങ്കിൽ പകുതി മുഴുവനും പ്രഹ്ലാദിന്റെ ക്വാളിറ്റീസ് ആണ് പറയുന്നത്. ഭഗവാൻ നരസിംഹദേവനെ കുറിച്ച് പറയുന്നേക്കാൾ എത്രയോ അധ്യായങ്ങളിലാണ് പ്രഹ്ലാദനെ കുറിച്ച് അവിടെ പറയുന്നത്. ഇതേപോലെ ഒരു ഭക്തനെ കുറിച്ചും ഇത്രയും അധികം അധ്യായങ്ങൾ ഭാഗവതത്തിൽ ഇല്ല. വേറെ ഒരു ഭക്തനെ കുറിച്ചും പറയുന്നില്ല ഇത്രയധികം അധ്യായങ്ങളിൽ. ആ സ്കന്ധം മുഴുവനും വേണമെങ്കിൽ പറയാം പ്രഹ്ലാദന് വേണ്ടി മാറ്റിവെച്ച പോലെയാണ്. അപ്പോൾ എത്ര വലിയ സ്ഥാനമാണ് നോക്കൂ പ്രഹ്ലാദന്റെ. 26 രാജഋഷീനാം ജനയിത ശാസ്ത ചോത്പതഗാമിനാം നിഗ്രഹീത കലേർ ഏഷ ഭൂവോ ധർമ്മസ്യ കാരണാത്. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ.
രാജർഷീണം ജനയിതാ ശാസ്താചോത്പദഗാമിനാം നിഗ്രഹീതകലിർ യേഷാം ഭുവോ ധർമ്മസ്യ കാരണാൽ. വിവർത്തനം. ശ്രീലപ്രഭാതിക്ക് ജയ്. ഈ ശിശു രാജർഷികളുടെ പിതാവായി തീരും. ലോക സമാധാനത്തിനും ധർമ്മസംരക്ഷണാർത്ഥവും അധർമ്മികളെയും ശല്യക്കാരെയും കലഹപ്രിയരെയും കഠിനമായി ശാസിക്കുന്നവനായി തീരും. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നു അദ്ദേഹത്തിന്റെ രാജർഷിയായിരിക്കും. അദ്ദേഹത്തിന്റെ അച്ഛനെ പോലെയും മുത്തശ്ശനെ പോലെയും ഒക്കെ തന്നെ രാജഋഷികളാണ് ഇവരെല്ലാവരും. മാത്രമല്ല തെറ്റുകൾ ചെയ്യുന്നവരെ ശകാരിക്കുവാനും ശിക്ഷ കൊടുക്കാനും അതിന് പ്രാപ്തിയുള്ള ശക്തിയുള്ള വ്യക്തികളാണ് ഇവരെല്ലാവരും. നമുക്കറിയാം കലി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ രാജ്യത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ കലിയെ പരിശുദ്ധ മഹാരാജാവ് ശിക്ഷിക്കുന്നതും ഈ എപ്പിസോഡെല്ലാം നമ്മൾ ഇനി വരുന്ന അധ്യായങ്ങളിൽ നമ്മൾ കാണും. ഇവിടെ അതിനെക്കുറിച്ചൊരു ഹിന്റ് മാത്രം പറയുന്നു. ഓക്കെ, അപ്പോൾ ശീലപ്രഭാത് ഭാവാർത്ഥത്തിൽ പറയുന്നത് പരിശുദ്ധ മഹാരാജാവ് കലി വരുന്ന സമയത്ത് കലി പശുവിനെയും അല്ലെങ്കിൽ ധർമ്മരാജൻ കാളയുടെ രൂപത്തിലും പ്രകൃതി അല്ലെങ്കിൽ ഭൂമി പശുവിന്റെ രൂപത്തിലും വരുമ്പോൾ ആ സമയത്ത് കലിയുടെ ഒരു പ്രവേശനം കൊണ്ട് കലി ഒരു രാജാവിന്റെ വേഷം കെട്ടി വരുന്നു. അങ്ങനെ ഈ പശുവിനെയും കാളയും ഉപദ്രവിക്കുന്നത് കാണുന്നു. ആ സമയത്ത് പരിശുദ്ധ മഹാരാജാവ് അവിടെ വരുന്നു. എന്നിട്ട് അദ്ദേഹത്തെ ശിക്ഷിക്കാൻ വേണ്ടി വാളെടുക്കുന്നു. പക്ഷെ അദ്ദേഹം കാലിൽ വീണ് ശരണം പ്രാപിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിനെ കൊല്ലാതെ വിടുന്നു കലിയെ. കൂട്ടത്തിൽ അപ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്ക് എവിടെയെങ്കിലും ഒരു അഭയം വേണം എന്നുള്ളത്. അങ്ങനെ 4 സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ 5 സ്ഥലങ്ങളിൽ അദ്ദേഹം അഭയം കൊടുക്കുന്നു. അതാണ് പിന്നീട് നമുക്കറിയാം എവിടേക്കാണ് എന്നുള്ളത്. എവിടെയാണ് വ്യഭിചാരം നടക്കുന്നത് അവിടെ, അതേപോലെ തന്നെ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളും ചൂതുകളി പോലുള്ള സംഭവങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളും, ഇതെല്ലാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കലിയുടെ വാസസ്ഥലമാണ്. അതേപോലെ തന്നെ സ്വർണം, പൈസ, ഇതെല്ലാം കൂടുതലുള്ള സ്ഥലവും അവിടെയും കലിയുടെ വാസസ്ഥലമാണ്. കാര്യം അവിടെയാണ് ചതിയും വഞ്ചനയും അടിയും ഇടിയും ഒക്കെ നടക്കുന്നത്, അല്ലെ? ഇതെല്ലാം കലിയുടെ ലക്ഷണങ്ങളാണ്. അപ്പോൾ പരിശുദ്ധ മഹാരാജാവ് പറയുന്നു, ശീലപ്രഭാത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് പരിശുദ്ധ മഹാരാജാവ് അത്രമാത്രം ബോൾഡ് ആയിട്ടുള്ള, അത്രമാത്രം ധൈര്യമുള്ള ഒരു രാജാവ് തന്നെയായിരുന്നു. അദ്ദേഹം വേണ്ട കാര്യങ്ങൾ ചെറുപ്പമായിരുന്നു, എന്നാൽ എല്ലാവിധ ശക്തിയും ഒരു ധൈര്യവും ക്വാളിഫിക്കേഷനും അദ്ദേഹത്തിനുണ്ട്. 27ാമത്തെ ശ്ലോകം. തക്ഷകാദാത്മനോ മൃത്യും ദ്വിജപുത്രോപസർജിതാത് പ്രപത്സ്യത ഉപാശ്രുത്യ മുക്തസംഗാപതം ഹരേ. രേഷ്മ പ്രഭുജി വായിക്കട്ടെ. വായിക്കൂ. തക്ഷകാദാത്മനോ മൃത്യും ദ്വിജപുത്രോപസർജിതാത് പ്രപസ്ത്യസ ഉപശ്രുത്യ മുക്തസംഗപദം ഹരേ. വിവർത്തനം. ശ്രീലപ്രഭാതർ കി ജയ്. ഒരു ബ്രാഹ്മണപുത്രനാൽ നിയോഗിച്ചയക്കപ്പെടുന്ന തക്ഷക ദംശത്താൽ തന്റെ മരണം സംഭവിക്കുമെന്ന വാർത്ത ശ്രവിച്ചതിനു ശേഷം ഇവൻ എല്ലാ ഭൗതിക ബന്ധത്തിൽ നിന്നും സ്വതന്ത്രനാവുകയും പരമദിവ്യോത്തമ പുരുഷനെ സ്വയം സമർപ്പണം ചെയ്ത് അഭയം പ്രാപിക്കുകയും ചെയ്യും. ഹരേഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പറയുന്നു, ഈ എപ്പിസോഡെല്ലാം, ഈ കഥയെല്ലാം ഇനി നമ്മൾ മുന്നോട്ട് പഠിക്കും. കൂടുതൽ കാര്യങ്ങൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അതായത് പരിശുദ്ധ മഹാരാജാവിന് ശാപം കിട്ടുന്നതും, തക്ഷകന്റെ കടിയേറ്റ് മരിക്കുമെന്നുള്ള ഒരു ശാപം കിട്ടുന്നു. ശമിക ഋഷിയുടെ മകൻ ശൃംഗി, കുട്ടി ബ്രാഹ്മണൻ, ആ ഒരു ഇമ്മെച്യൂരിറ്റി, അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കുട്ടിയാണ്, അതായത് മെച്യൂർ അല്ലാത്തൊരു അവസ്ഥയില് ശാപം കൊടുക്കുന്നു. ഇതെല്ലാം ആ സമയത്ത് പൂർണ്ണമായിട്ടും പരിശുദ്ധ മഹാരാജാവ് തിരിച്ചൊന്നും പറയുന്നില്ല. മറിച്ച് അദ്ദേഹം
ഭഗവാന്റെ കൃപയായി, ഈ ശാപമെല്ലാം ഭഗവാന്റെ കൃപയായി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണമായും ഭഗവാനെ ശരണം പ്രാപിക്കുന്നു. അങ്ങനെയാണ്, ആ ഒരു അവസരത്തിലാണ് ശ്രീമദ് ഭാഗവതം വരുന്നത്. പരീക്ഷിത്ത് മഹാരാജാവ് ശ്രീമദ് ഭാഗവതത്തിന്റെ ഉത്ഭവത്തിന്റെ നിമിത്തമാണ്. അർജുനൻ നിമിത്തമാണ് ഭഗവത്ഗീതയുടെ ഉത്ഭവം. ഒരേ കുടുംബത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നു, അതായത് മുത്തശ്ശനും അതായത് കൊച്ചുമകനും, ഇവർ രണ്ടുപേരും, ഒരാള് ഭാഗവതവും ഒരാള് ഭഗവത്ഗീത. അതാണ് യുധിഷ്ഠിര മഹാരാജാവിന്റെ അല്ലെങ്കിൽ അർജുനന്റെയും പരീക്ഷിത്ത മഹാരാജാവിന്റെയും ഒക്കെ ആ കുലം എന്ന് പറയുന്നത്. ആ പരിശുദ്ധ ഭക്തരുടെ ഒരു പട്ടിക തന്നെ നമുക്ക് കാണാം. എല്ലാവരും ശുദ്ധ ഭക്തരാണ്. അപ്പോൾ നോക്കൂ, ഇവരുടെ പാണ്ഡവരെന്ന് തന്നെ വിളിക്കാം ഇവരെ. ആ പാണ്ഡവ കുലത്തിലുള്ള ആ ഭക്തരാണ് ഇവരെല്ലാവരും. എത്രയോ വലിയൊരു സ്ഥാനമാണ് പാണ്ഡവർക്കുള്ളത്. അതിമനോഹരം. പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയാണ് പറയുന്നത്. ശ്രീല പ്രഭുപാദി പറയുന്നു ഭാവാർത്ഥത്തിൽ, ഭൗതികമായിട്ടുള്ള ആസക്തിയും ഭഗവാനെ ശരണം പ്രാപിക്കുക എന്ന് പറയുന്നതും രണ്ടും രണ്ട് ദിശയിലുള്ള കാര്യങ്ങളാണ് എന്നുള്ളത്. ഇത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുള്ള വിഷയമാണ്. അതായത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് അറ്റാച്ച്മെന്റോടുകൂടി അതിന്റെ പുറകിൽ നമ്മൾ ഓടുന്നതും ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നതും എന്ന് പറയുമ്പോൾ രണ്ടും രണ്ട് ഓപ്പോസിറ്റ് ദിശയിലുള്ള കാര്യങ്ങളാണ്. രണ്ട് തോണിയിലും നമുക്ക് കാലിടാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് എല്ലാം, അതായത് ഭൗതികമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റും അല്ലെങ്കിൽ ആസക്തികളൊക്കെ നമ്മൾ കുറച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചില്ലെങ്കിൽ, അതായത് ഉദാഹരണത്തിന് നമ്മൾ പല മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു, കൂട്ടത്തിൽ നാമം ജപിക്കുന്നു, ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഒരു സമയത്ത് ഒന്നില്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഭക്തനാവുക, ഇല്ലെങ്കിൽ അതും ഇല്ല ഇതില്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ പോകുന്നത് അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലും അതെല്ലാം മാറി അവരെല്ലാവരും അതെല്ലാം ഉപേക്ഷിച്ച് ഭക്തിമാർഗത്തിലേക്ക് പൂർണ്ണമായിട്ട് വരുവാനുള്ള സാധ്യതയും കൂടുതലാണ്. അതാണ് ഭക്തിയുത സേവനങ്ങളുടെ ശക്തി. ജനറലി പറയുകയാണെങ്കിൽ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു വീഴ്ച വരിക, തകർച്ച വരിക എന്ന് പറയുന്നത് അതെല്ലാം താൽക്കാലികമാണ്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്, അതായത് പാപങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും അദ്ദേഹം ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഒരിക്കലും പാപിയായി കാണാൻ പാടില്ല, മറിച്ച് സാധുവായി കാണണമെന്ന്. അപ്പോൾ എന്നാൽ ഇവിടെ ശ്രീല പ്രഭുപാദ് പറയുന്നു ഭൗതികമായിട്ടുള്ള ആസക്തിയെ കുറിച്ചാണ് പറയുന്നത്. കാര്യം ഭൗതികമായിട്ടുള്ള ആസക്തി ഒരുപാട് ഉണ്ടെങ്കിൽ ഭഗവാനോടുള്ള ആസക്തി ഉണ്ടാവില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ശരിയാണ് അല്ലെ? എന്തിനോടാണോ നമുക്ക് അറ്റാച്ച്മെന്റ് ഉള്ളത്, ആ അറ്റാച്ച്മെന്റ് ആയിരിക്കും. അങ്ങനെ പൂർണ്ണമായിട്ടും ഭൗതിക ആസക്തി ആണെങ്കിൽ ഭഗവാനോട് അറ്റാച്ച്മെന്റ് തോന്നില്ല. പിന്നെ ഭഗവാനെ ശരണം പ്രാപിക്കാൻ തോന്നും ആർക്കും തോന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ശിലപ്രഭാത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പരീക്ഷിത മഹാരാജാവിനെ കുറിച്ച് പറയുന്നു. അതായത് അദ്ദേഹം കുട്ടിക്കാലം മുതലേ അദ്ദേഹം ഭക്തനായിരുന്നു എന്നുള്ളത്. അദ്ദേഹം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയം മുതലേ അദ്ദേഹം, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ പരീക്ഷിത് മഹാരാജാവ് ഭക്തനാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 7 ദിവസം അദ്ദേഹത്തിന് സമയം കിട്ടുന്നു. ശാപം കിട്ടിയതിനു ശേഷം 7 ദിവസമേ ഉള്ളൂ. ആ സമയത്ത് അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് ഭഗവാനെ പൂർണ്ണമായും ശരണം പ്രാപിക്കുന്നു. അദ്ദേഹത്തിന് അത് സാധിച്ചു. കാര്യം അദ്ദേഹത്തിന് അറിയാം, ഞാൻ ഈ രാജ്യം, പദവി, പൊസിഷനും എല്ലാം നിലനിർത്തിക്കൊണ്ട് ഞാൻ ഇനി 7 ദിവസം മുന്നോട്ട് പോവാണെങ്കിൽ കാര്യം നടക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് എല്ലാം അദ്ദേഹം ഉപേക്ഷിക്കുന്നു. എല്ലാം ഉപേക്ഷിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ ഉള്ള തീരുമാനം എടുക്കുന്നു. ശിലപ്രഭുപാദ് പറയുന്നു, പിന്നെ ഭഗവാന്റെ സംരക്ഷണത്തിനാണ് പരീക്ഷിത് മഹാരാജാവ് എപ്പോഴും ഉള്ളത്. കാര്യം അദ്ദേഹത്തിന്റെ ശുദ്ധഭക്തനാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷിത് മഹാരാജാവ് ഈ ശാപമായി വരുന്നതിനെ ഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായും മനസ്സിലാക്കുന്നു.
ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള അവസരമാണ്. ഒരു നിമിഷം പോലും പരീക്ഷിത്ത് മഹാരാജാവ് അതിനെക്കുറിച്ച് ഓർത്ത്, അതായത് എനിക്കിത് സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, അദ്ദേഹത്തിന്റെ ഒരു അവബോധത്തെ, അദ്ദേഹത്തിന്റെ ഒരു ബോധം അല്ലെങ്കിൽ ആ കോൺഷ്യസ്നെസ് എന്താണെന്ന് ഓർത്തു നോക്കൂ. 7 ദിവസത്തിനകത്ത് മരിക്കുമെന്നുള്ള നോട്ടീസ് കിട്ടി. അതും സാധാരണ ഒരാളല്ല, ലോകം മുഴുവനും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്. നമ്മളെ പോലുള്ള ഒരു സാധാരണ ഒരു വ്യക്തിക്ക് വ്യക്തിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരാൾക്ക് പോലും ആ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരാളാണ്. പരീക്ഷിത്ത് മഹാരാജാവ് പറഞ്ഞ ലോകം മുഴുവനും ഭരിക്കുന്ന ചുമതല അദ്ദേഹത്തിന്റെ തലയിലുണ്ട്. അങ്ങനെയുള്ള ഒരാള് സാധാരണ ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും പ്രതികൂലമായിട്ടുള്ള സംഭവിക്കുമ്പോൾ ജനറലി റിയാക്ഷൻ എങ്ങനെയായിരിക്കും? നമ്മൾ ചിന്തിക്കാൻ റിയാക്ഷൻ നോർമൽ ആയിരിക്കും അല്ലെ? പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമല്ല. ഒരു നിമിഷം പോലും അദ്ദേഹം ഒരു കംപ്ലൈന്റ് ആയിട്ടോ വിഷമമായിട്ടോ ചിന്തിച്ചിട്ടില്ല. അദ്ദേഹം ഓർത്തു, ഇത് ഭഗവാന്റെ നിശ്ചയമാണ്, സമയമായി, എല്ലാം ഉപേക്ഷിക്കാനുള്ള സമയമായി. അദ്ദേഹത്തിന്റെ ഒരു പൊസിഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു അവബോധം എവിടെയോ ആണ് അദ്ദേഹം. നമുക്ക് ചെറിയൊരു തലവേദന വരുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴും നമുക്ക് ഒരുപക്ഷെ പല ആഗ്രഹങ്ങളും ഉണ്ടാവും മനസ്സിൽ. അത് ഭൗതികമായിട്ടുള്ള ആഗ്രഹമോ എന്ത് ആഗ്രഹം വേണമെങ്കിൽ ആവട്ടെ, ആഗ്രഹം എന്താണെങ്കിലും അത് നടക്കാതെ വരുമ്പോൾ ഒരുപാട് നമുക്ക് വിഷമം തോന്നുന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒരുപാട് ആഗ്രഹമുണ്ട്, നടക്കുന്നില്ലല്ലോ ജീവിതത്തിൽ. ഞാനിത് ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യമാണ്, നടക്കുന്നില്ല, വിഷമമായി. ഭഗവാന്റെ നിശ്ചയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു മെച്യൂരിറ്റി ഇല്ല. കാര്യം അതിന്റെ അർത്ഥം നമ്മൾ ആ ഒരു ഭക്തിയിൽ മെച്യൂർ ആയിട്ടില്ല എന്നുള്ളതാണ്. മെച്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഏത് സാഹചര്യമാണെങ്കിലും നമ്മൾ ട്രൈ ചെയ്യേണ്ടത് ചെയ്യുന്നു, വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ കിട്ടാതെ വരുമ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കുന്നു, ഭഗവത് നിശ്ചയമാണ്, ഇനി അതിൽ കൂടുതൽ ഞാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. അതിന്റെ അർത്ഥം നമ്മൾ ചില കാര്യങ്ങൾ എഫേർട്ട് എടുക്കാൻ പാടില്ല എന്നുള്ളതല്ല. ചിലപ്പോൾ ചില ആളുകൾ എല്ലാം ഭഗവത് നിശ്ചയമാണ്, ഭഗവാൻ നിശ്ചയിക്കുന്ന പോലെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ മടിയന്മാരായി മാറുന്നു. അത് വേറൊരു എക്സ്ട്രീമാണ്. എന്തായാലും ഭഗവാൻ നിശ്ചയിച്ച പോലെ നടക്കുകയുള്ളൂ, അതുകൊണ്ട് ഞാൻ പരിശ്രമിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നും ചില ആളുകൾ. അത് കുട്ടികൾ പറയുന്ന, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് പറയുന്നത് പോലെ, അല്ലെങ്കിൽ അവർ പറയുവാണെങ്കിൽ പഠിക്കേണ്ട ആവശ്യമില്ല, എന്തായാലും ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടാവും, 100ൽ എത്ര മാർക്ക് വേണമെന്നുള്ളത് ഭഗവാന്റെ നിശ്ചയം ഉണ്ടാവും, അതനുസരിച്ച് നടക്കുകയുള്ളൂ. ഞാൻ 100 മാർക്കിന് എഴുതിയാലും എത്ര മാർക്ക് കിട്ടണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എന്തിനാണ് ഞാൻ പഠിക്കുന്നത്? പഠിക്കേണ്ട ആവശ്യമില്ല, ഭഗവാന്റെ നിശ്ചയപ്രകാരം കാര്യം നടക്കട്ടെ എന്ന് വിചാരിക്കും. അത് ബുദ്ധിയാണോ? അത് ബുദ്ധിയല്ല, അത് തെറ്റാണ് ശരിക്കും. നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, കൂട്ടത്തിൽ എല്ലാം അദ്ദേഹത്തെ സമർപ്പിക്കുക. നടക്കേണ്ടതാണെങ്കിൽ ഭഗവാൻ അത് നടത്തി തരും. നടക്കേണ്ടതല്ലെങ്കിൽ വീണ്ടും നമുക്ക് ട്രൈ ചെയ്യാം, സാധിക്കുന്നില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യാം, വീണ്ടും ശ്രമിക്കാം, അങ്ങനെ കുറെ പ്രാവശ്യം ശ്രമിക്കാം. പിന്നെയും നടക്കുന്നില്ലെങ്കിൽ ആ സിറ്റുവേഷനെ ശരണം പ്രാപിക്കുക. കാര്യം ആ ഒരു സിറ്റുവേഷൻ ഭഗവാനാണ് നമുക്ക് തരുന്നത്. ഇനി ഇത്, അതായത് ഭഗവാന്റെ നിശ്ചയം ഇതാണ്, ഞാനത് മനസ്സിലാക്കുന്നു. ഇതാണ് മെച്യൂരിറ്റി. ഇവിടെ പരീക്ഷിത്ത് മഹാരാജാവിന്റെ മെച്യൂരിറ്റിയാണ് പറയുന്നത്. അദ്ദേഹം ഒരു മിനിറ്റ്, ഒരു പ്രാവശ്യം പോലും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ശതമാനം പോലും അദ്ദേഹത്തിന് ഒരു ചിന്ത വന്നില്ല, എന്തുകൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു, ഇതൊന്നും പാടില്ല എന്നുള്ളതും അങ്ങനെയൊന്നും അദ്ദേഹത്തിന് തോന്നിയില്ല. അതാണ് പരീക്ഷിത്ത് മഹാരാജാവിന്റെ അവസ്ഥ. ശ്ലോകം 28. ജിജ്ഞാസിതാത്മാ യഥാർത്ഥ്യോ മുനേർവ്യാസ സുതാത് അസോ ഹിത്വേദം നൃപഗംഗായാം യാസ്യതി അദ്ധാ കുതോ ഭയം. നമോ ഭഗവതേ വാസുദേവായ. ജിജ്ഞാസിതാത്മയാഥാർത്ഥ്യോ മുനേർവ്യാസ സുതാ ദദൗ ഇത്യേദം നൃപഗംഗായ യാസ്യാത്യാതാ കുതോ ഭയം. വിവർത്തനം ശ്രീല പ്രഭുപാദർ കി ജയ്.
മുനിശ്രേഷ്ഠനായ വ്യാസപുത്രനിൽ നിന്നും യുക്തമായ ആത്മജ്ഞാനത്തെ സംബന്ധിച്ച് അന്വേഷിച്ചറിഞ്ഞതിനു ശേഷം ഇദ്ദേഹം സർവ്വവിധ ഭൗതികാസക്തികളും പരിത്യജിക്കുകയും നിർഭയമായ ജീവിതം പ്രാപ്തമാക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. പറയുന്നു, ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കൂ. നമ്മളിപ്പോൾ പഠിക്കുന്ന സെക്ഷൻ എന്താണ്? അതായത് പരീക്ഷിത്ത് മഹാരാജാവിന്റെ ക്വാളിറ്റീസ് ആണ്. അദ്ദേഹം ജനിച്ചിട്ടേ ഉള്ളൂ. ക്വാളിറ്റീസ് പ്രിഡിക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ആര്? ബ്രാഹ്മണര്. ഈ ഒരു പ്രഡിക്ഷനിൽ നല്ലതും പരീക്ഷിത്ത് മഹാരാജന്റെ ഗുണങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടു. 19 ശ്ലോകം മുതൽ 25 ശ്ലോകം വരെ. 26 ഒരുപക്ഷെ നമുക്ക് അതിൽ കണക്കാക്കാം. 27 28 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് ഇതെല്ലാം ഉപേക്ഷിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള യാത്ര തിരിക്കുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ തക്ഷകനിലൂടെ പരീക്ഷിത്ത് മഹാരാജാവിന്റെ മരണം സംഭവിക്കുമെന്നുള്ളതും ഇതെല്ലാം ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞു. കുട്ടി ജനിച്ചിട്ടേ ഉള്ളൂ, പ്രഡിക്ഷൻ നടക്കുന്നു. അതേപോലെ സംഭവിക്കുമോ? സംഭവിക്കുന്നു. പക്ഷെ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം കേട്ടിട്ട് യുധിഷ്ഠിര മഹാരാജാവ്, ഓ അങ്ങനെ സംഭവിക്കുമോ, എന്റെ കൊച്ചുമകൻ അത് സംഭവിക്കുമോ എന്നുള്ളൊരു ആദിയും വ്യാകുലതയൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. എങ്ങനെയാണോ പരീക്ഷിത്ത് മഹാരാജാവിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തോന്നിയിട്ടുള്ള ആ ഒരു സംതൃപ്തി, ആ സംതൃപ്തി വേറെ ഒന്നും കൊണ്ടുമല്ല, ഭഗവാന്റെ അനുഗ്രഹമാണ് എന്നുള്ളതാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അല്ലാതെ എന്റെ കുലത്തിലെ, എന്റെ കുടുംബത്തിൽ അദ്ദേഹം വന്നതുകൊണ്ടുള്ള ക്വാളിറ്റിയാണ് എന്നുള്ളതല്ല വിചാരിക്കുന്നത്. അതെല്ലാം ഭഗവാന്റെ കൃപയാണ്. കാരണം ഈ ക്വാളിറ്റീസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷിത്ത് മഹാരാജാവ് അദ്ദേഹം ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടികൾ അദ്ദേഹം വളരെ ഭംഗിയായി ചെയ്യും. അത് ഭഗവത് സേവനമാണ്. രാജ്യം ഭരിക്കുക, ലോകം ഭരിക്കുക എന്നൊക്കെ പറയുന്നത് ഭഗവത് സേവനമാണ്, അല്ലെ? യുധിഷ്ഠിര മഹാരാജാവ് അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അദ്ദേഹം ഭരിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെയാണ് കാണുന്നത്. അതേപോലെ പരീക്ഷിത്ത് മഹാരാജാവും അതേ പാത തന്നെ പിന്തുടരുന്നു. അപ്പോൾ അവിടെ ഒരു ഭഗവത് സേവനങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് അദ്ദേഹത്തിന്റെ ചിന്ത. അതേപോലെ തന്നെ ഇതെല്ലാം ഉപേക്ഷിച്ച് പോവേണ്ടി വരും ഒരു ദിവസം, മരണവും സംഭവിക്കും പെട്ടെന്ന് തന്നെ. അതായത് ഒരു സമയമാകുമ്പോൾ, അധികം പ്രായമാവാത്ത അവസ്ഥയിൽ, അതായത് ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞു അദ്ദേഹം എപ്പോൾ മരിക്കും എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടായോ? ടെൻഷനോ ഇല്ല. അപ്പോൾ സാധാരണ നമ്മുടെ പോലുള്ള ആളുകളാണെങ്കിൽ ചിന്തിക്കും, കാര്യം പരീക്ഷിത്ത് മഹാരാജാവ് വളരെ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അല്ലാതെ അദ്ദേഹം പ്രായമായി, അതായത് പല്ലെല്ലാം പോയതിനു ശേഷം അദ്ദേഹത്തിന് തക്ഷകം വന്ന് കടിക്കുന്നല്ല. വളരെ ചെറുപ്പം പ്രായമായി അദ്ദേഹത്തിന് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് തന്നെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എന്നാൽ യുധിഷ്ഠിര മഹാരാജാവിന്റെ ഉള്ളിൽ ഒരു വ്യാകുലതയോ ആദിയോ ഉണ്ടായിരുന്നില്ല പ്രഡിക്ഷൻ കേട്ടപ്പോൾ. അതായത് ക്വാളിറ്റീസ് ബ്രാഹ്മണര് പറയുന്ന അതേ ഭാവത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോഴും യുധിഷ്ഠിര മഹാരാജാവിന്റെ ഉള്ളിൽ തോന്നുന്നത്. കാരണം എല്ലാം ഭഗവത് നിശ്ചയമാണ്. പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ള ആളുകൾക്ക് എല്ലാം ഭഗവാൻ ചെയ്യുന്നു, ഭഗവാന്റെ നിശ്ചയപ്രകാരം നടക്കുന്നു എന്നുള്ള ചിന്തയുള്ള ഒരു വ്യക്തിക്ക് ഒരു ആദിയും വ്യാകുലതയും ഒന്നുമില്ല. അത് ശരീരം പോകുന്ന കേസാണെങ്കിൽ പോലും. ഭാഗവതം നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? ഈ ഒരു സെക്ഷനൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, ഈ ക്വാളിറ്റീസ് എല്ലാം നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നണം, നമ്മൾ എവിടെയോ അല്ല, അവരെവിടെയോ ആണ്, നമ്മൾ എവിടെയോ ഇവിടെ താഴെയാണ് എന്നുള്ളത്. അവിടേക്ക് എത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അവിടേക്ക് എത്താൻ വേണ്ടി ശ്രമം ആണ് നടത്തേണ്ടത്. എത്തണം ഒരു ദിവസം എന്നുള്ള ചിന്തയും നമ്മുടെ ഉള്ളിൽ വരണം. ഇല്ലെങ്കിൽ ഇതെല്ലാം പഠിക്കുന്നതിന് അർത്ഥമില്ല. അർത്ഥമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എഫക്റ്റ് ഇല്ല. ഭാഗവതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് ശ്രീല ശുകദേവ് ഗോസ്വാമി നമുക്ക്, വ്യാസദേവൻ ഭാഗവതം നമുക്ക് തന്നിട്ടുള്ളത്.
നമ്മുടെ എല്ലാവരുടെയും ശുദ്ധീകരണത്തിനായും പതിയെ പതിയെ നമ്മൾ മുകളിലോട്ട് വന്ന് ആ ഭക്തിയിൽ മുന്നോട്ട് വന്ന് മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങൾ കാണുവാനും കാര്യങ്ങളെ നമ്മൾ നേരിടുവാനും എല്ലാം നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് അവസാനം ഈ ശരീരം വിടുമ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള യോഗ്യതയും. അവിടേക്ക് എത്തണമെങ്കിൽ ഇതിലൂടെയെല്ലാം നമ്മൾ കടന്നു പോകണം, അല്ലേ? കാര്യം ഭൗതിക ആസക്തി ഒരു സ്ഥലത്ത് നമ്മളെ പിടിച്ചു വലിക്കുന്നു, ഇവിടെ സ്ഥാനമാനങ്ങൾ നമ്മളെ പിടിച്ചു വലിക്കുന്നു, പൈസ, ഒരുപാട് സംഭവങ്ങൾ, അല്ലെങ്കിൽ അസുഖങ്ങൾ, ഒരുപാട് ടെൻഷൻ, സ്ട്രെസ്, ഇതെല്ലാം നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഭഗവാനെ ആശ്രയിച്ചില്ലെങ്കിൽ, പൂർണ്ണമായും ഭഗവത് ശരണാരവിന്ദങ്ങളിൽ നമ്മൾ ശരണം പ്രാപിച്ചില്ലെങ്കിൽ നമ്മൾ ആകെ വലഞ്ഞു പോകും, ആ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകുന്നു. അതാണ് അഭയം. ഇവിടെ നോക്കൂ, യാസ്യതി അദ്ധാത് കുതോ ഭയം. അഭയം അഭയചരണാരവിന്ദരെ, അല്ലെ? അതായത് ഭഗവാനെ ശരണം പ്രാപിക്കുന്ന ഭക്തർക്ക് ഒരു ഭയവും ഉണ്ടാവില്ല. അവർക്ക് എന്ത് സംഭവിച്ചാലും ഒരു ആങ്സൈറ്റി ഇല്ല, ഒരു വ്യാകുലതയില്ല, ഭയമില്ല. എന്തെല്ലാം സംഭവിക്കുന്നു, എല്ലാം ഭഗവാൻ നിശ്ചയിക്കുന്ന പോലെ സംഭവിക്കുന്നു. ഹാപ്പിയാണ്. അതാണ് സമ ദുഃഖ സുഖ എന്ന് പറയുന്നത്. ഭാഗവതം നമ്മളിപ്പോൾ വായിക്കുന്നു. ഭഗവത്ഗീതയിൽ 2-ാമത്തെ അധ്യായം മുതൽ പറയുന്നതാണ് സമത്തെക്കുറിച്ച്, സമചിത്തതയെക്കുറിച്ച്. സന്തോഷം വരുമ്പോഴും ദുഃഖങ്ങൾ വരുമ്പോഴും ഒരേപോലെ കാണണം, സമത്വം വേണം എന്നുള്ളത്, അല്ലെ? 2-ാമത്തെ അധ്യായത്തിലെ ശ്ലോകങ്ങൾ, മാത്ര സ്പർശാസ്തു കൗന്ദയ, ആ ശ്ലോകം, അത് കഴിഞ്ഞുള്ള ശ്ലോകത്തിലും രണ്ടിലും പറയുന്നത് അതാണ്, സമ. അതിനുശേഷം ഒരുപാട് ശ്ലോകങ്ങൾ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് സമത്വം വേണം എന്നുള്ളത്. അപ്പോൾ അതൊരു വലിയൊരു സംഭവമാണ്. എന്നാൽ ആ ഒരു ഭാവം ഉണ്ടെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള ക്വാളിഫിക്കേഷനാണ് നമ്മൾക്ക് കിട്ടുന്നത് എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. അല്ലെങ്കിൽ അത് ആവശ്യമാണെന്നാണ് പറയുന്നത്, ഒരു ഭക്തർക്ക് വേണ്ടതായിട്ടുള്ള ക്വാളിറ്റി ആണെന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളും എത്തേണ്ടതാണ്. അതിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതായത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ കടയിൽ പോയി വാങ്ങിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇതൊന്നും. ഇതെല്ലാം നാച്ചുറലി വരേണ്ട കാര്യങ്ങളാണ്. അത് എങ്ങനെ സംഭവിക്കുന്നു? ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള, പ്രാർത്ഥനയോട് കൂടിയിട്ടുള്ള ഭക്തി സേവനങ്ങൾ ചെയ്യുക, ഗുരുവിനെ ആശ്രയിച്ചുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിൽ വരുന്നു. ഈ സ്വഭാവങ്ങളും ഈ ഗുണങ്ങളെല്ലാം, ക്വാളിറ്റീസ് എല്ലാം വരുന്നു. ശില പ്രഭുപാദ് അതിമനോഹരമായി 28-ാമത്തെ ശ്ലോകത്തിലെ ഭാവാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ശ്രീമദ് ഭാഗവതം പഠിക്കുന്നതിലൂടെ, ശ്രീമദ് ഭാഗവതം ശ്രവിക്കുന്നതിലൂടെ, അതായത് എല്ലാവിധ ഭൗതികമായിട്ടുള്ള ആസക്തികളിൽ നിന്ന് നമുക്ക് മുക്തരാവാൻ സാധിക്കും. മാത്രമല്ല അഭയം, ജീവിതത്തിൽ ഭയമില്ലാത്ത ഒരവസ്ഥ നമുക്ക് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതാണ് ഇങ്ങനെയുള്ള പരീക്ഷിത് മഹാരാജാവിനെ പോലുള്ള ശുദ്ധഭക്തരുടെ കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആ ഒരു അവരുടെ ക്വാളിറ്റീസ് എന്താണെന്നുള്ളതും, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സാഹചര്യങ്ങളിൽ ഓരോ സംഭവങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്, അല്ലെ? പാണ്ഡവരുടെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ കുന്തി മഹാറാണിയുടെ സെക്ഷൻ നമ്മൾ പഠിച്ചു. കുന്തി മഹാറാണിയും ഓർക്കുന്നു എന്തൊക്കെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. എന്നിട്ട് ഓരോ സാഹചര്യത്തിലും ഭഗവാന്റെ കൈകൾ കാണുന്നു. അതുകൊണ്ട് ഭഗവാന്റെ ദർശനം കിട്ടി, ഭഗവാനെ കാണാൻ സാധിച്ചു, അതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളും സംഭവിക്കട്ടെ എന്നാണ് കുന്തി മഹാറാണി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും ഭഗവാന്റെ പ്രസൻസ്, റോള് കാണുന്നു. അതാണ് ഒരു ഭക്തന്റെ മെച്യൂരിറ്റി. പേടിയില്ല അവർക്ക്. കുന്തി മഹാറാണിക്ക് പേടിയുണ്ടായിരുന്നു? ഒരു പേടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പേടിയുള്ള ഒരാളാണെങ്കിൽ ഇനിയും കൂടുതൽ ജീവിതത്തിൽ പ്രശ്നം വരാൻ വേണ്ടി ആരെങ്കിലും പറയുമോ? പറയില്ല, അല്ലെ? അതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ
അവസ്ഥയിലേക്ക് നമുക്കും എത്താൻ സാധിക്കും. ഇങ്ങനെയുള്ള വരിഷ്ഠരായിട്ടുള്ള ഭക്തരുടെ അവരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, അതേപോലെ തന്നെ അവര് ചെയ്തതുപോലെ അവരുടെ പാത പിന്തുടരുമ്പോൾ, അതിന്റെ അർത്ഥം പൂർണ്ണമായും ഭഗവാനെ ശരണം പ്രാപിക്കുമ്പോൾ. അപ്പൊ ശരണം പ്രാപിക്കാനുള്ള അവരെ പോലെ ശരണം പ്രാപിക്കുക. അവരെ ചിലപ്പോൾ അപ്പോൾ നമ്മൾ അടുത്ത ഒരു ജസ്റ്റിഫിക്കേഷൻ ചിലപ്പോൾ പറയും, ഇവരൊക്കെ നിത്യസിദ്ധരല്ലേ? അർജുനൻ നിത്യസിദ്ധനാണ്, യുധിഷ്ഠിര മഹാരാജാവും നിത്യസിദ്ധനാണ്, പരീക്ഷിത് മഹാരാജാവും ശുദ്ധഭക്തനാണ്, കുന്തി മഹാറാണിയും അങ്ങനെ തന്നെയാണ്. അവരെല്ലാവരും ഓൾറെഡി ഭക്തരാണ്. നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ അങ്ങനെയല്ല. ശരിയാണ്. നമ്മള് എന്തായാലും പാണ്ഡവരെ പോലെ ആ ഒരു ക്വാളിഫിക്കേഷനോ ക്വാളിറ്റീസ് ഇല്ല, സത്യമായിട്ടും തീർച്ചയായിട്ടും ഇല്ല. എന്നാൽ അവരുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നത്, ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത് അവരുടെ പാത പിന്തുടരാൻ വേണ്ടിയാണ്. എങ്ങനെയാണോ അവര് ഭഗവാനെ ആശ്രയിക്കുന്നത് എല്ലാ അവസരത്തിലും, എന്തൊക്കെ സംഭവിക്കുമ്പോഴും, നല്ലത് സംഭവിക്കുമ്പോഴും ചീത്ത സംഭവിക്കുമ്പോഴും, ഏത് സാഹചര്യമാണെങ്കിലും ഭഗവാനെ പൂർണ്ണമായും ആശ്രയിക്കുന്നു. അതായത് ഭഗവാനെ ആശ്രയിക്കുന്നു. സന്തോഷം വരുമ്പോഴും നമ്മൾ കൂടുതൽ എന്റെ കഴിവ് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്തു എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ കഴിഞ്ഞു അവിടെ. സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും അതെല്ലാം സമചിത്ത ഭാവത്തോടുകൂടി കാണുക എന്ന് പറയുന്നത്, ഭഗവാന്റെ അനുഗ്രഹമായി കാണുക എന്ന് പറയുന്നത് അത് വലിയൊരു സംഭവമാണ്. ഇപ്പൊ ശ്രീമദ് ഭാഗവതം നമ്മളെ ഇതെല്ലാം പഠിപ്പിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ ലെവലിലേക്കാണ് നമ്മൾ വരേണ്ടത്. അതിലേക്ക് എത്തുവാൻ നമുക്ക് വൈദി സാധന ഭക്തി ഭഗവാൻ തന്നിട്ടുണ്ട്. ശ്രവണം, കീർത്തനം, സ്മരണം, ഇതെല്ലാം ഒരു ഗുരുവിന്റെ കീഴിൽ നമ്മൾ നിന്നുകൊണ്ട് ശുദ്ധഭക്തനായിട്ടുള്ള ഒരു ഗുരു പറയുന്നതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നതനുസരിച്ച്, ഗുരുജനങ്ങൾ പറയുന്നതനുസരിച്ച്, ശാസ്ത്രങ്ങൾ പറയുന്നതനുസരിച്ച് നമ്മൾ ജീവിക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമ്മളും ഈ അഭയം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, ഈ ആങ്സൈറ്റിയിൽ നിന്നൊക്കെ, വ്യാകുലതയിൽ നിന്നൊക്കെ നമ്മൾ പൂർണ്ണമായും മുക്തരാകുന്നു. പരീക്ഷിത് മഹാരാജാവിന്റെ, കുന്തി മഹാറാണിയുടെയൊക്കെ ആ ഒരു മനോഭാവത്തിലേക്ക് എത്തുവാൻ നമുക്കും സാധിക്കും. സാധിക്കാത്ത കാര്യമല്ല. എന്നാൽ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം, പ്രാർത്ഥനയോടുകൂടി പൂർണ്ണമായും ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ സംഭവിച്ചിരിക്കും. 29. ഇതി രാജ്ഞ ഉപാദിശ്യ വിപ്രാ ജാതക കോവിദ ലബ്ധാ പചിതയാ സർവേ പ്രതിജഗ്മു സ്വകാൻ ഗൃഹാൻ. വായിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ശ്ലോകം 29. ഇതി രാജ്ഞ ഉപാദൃശ്യ വിപ്രാജാതക കോവിദഃ ലബ്ധാവ ചിതയാ സർവേ പ്രതിജഗ്മു സ്വകാൻ ഗൃഹാൻ. ഹരേ കൃഷ്ണ. വിവർത്തനം വായിക്കൂ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കീ ജയ്. ഇപ്രകാരം ജ്യോതിഷ ജ്ഞാനത്തിലും ജാത സംസ്കാര കർമ്മത്തിലും നിപുണരായവർ ശിശുവിന്റെ ഭാവിയെ സംബന്ധിച്ച് രാജാവ് യുധിഷ്ഠിരന് വിവരണങ്ങൾ നൽകി. അനന്തരം ധാരാളമായി പ്രതിഫലം നൽകപ്പെട്ട അവർ അവരവരുടെ ഭവനങ്ങളിലേക്ക് യാത്രയായി. ഹരേ കൃഷ്ണ. യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുന്നു ബ്രാഹ്മണരോട്. ബ്രാഹ്മണർ ഉത്തരം പറയുന്നു, പരീക്ഷിത് മഹാരാജാവിന്റെ ക്വാളിറ്റീസും കാര്യങ്ങളും എല്ലാം. അവസാനം പരീക്ഷിത് മഹാരാജാവിന്റെ മരണത്തെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം അവര് ഉറപ്പ് പറയുന്നുണ്ട്, അതായത് തക്ഷകനിലൂടെ പരീക്ഷിത് മഹാരാജാവ് ഈ ലോകം വിടുന്നു. എന്നാൽ ആ സമയത്ത് ശുകദേവ് ഗോസ്വാമിയിൽ നിന്ന് ഭാഗവതം കേൾക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഭഗവത് പ്രാപ്തി നേടുന്നു. അപ്പോൾ ഭഗവത് പ്രാപ്തി നേടും എന്നുള്ളത് ഓൾറെഡി അവർ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. യുധിഷ്ഠിര മഹാരാജാവ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് യുധിഷ്ഠിര മഹാരാജാവിന് ആ ഒരു കാര്യം അദ്ദേഹം കേൾക്കുന്നുകൊണ്ട് മറ്റുള്ളതൊന്നും, പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലും അതൊന്നും ഒരു വിഷയമല്ല, അതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. കാര്യം ഭഗവത് പ്രാപ്തിയാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് യുധിഷ്ഠിര മഹാരാജാവിന് അറിയാം. അപ്പോൾ അത് പരീക്ഷത്തിന് ഉണ്ടാവും എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം അദ്ദേഹത്തിന് തോന്നുന്നു, അദ്ദേഹത്തിന് സന്തോഷമാവുന്നു, സമാധാനമാവുന്നു. അതിനുശേഷം ബ്രാഹ്മണർക്ക് അദ്ദേഹം വേണ്ട പാരിതോഷികങ്ങളെല്ലാം കൊടുക്കുന്നു, ദാനങ്ങളെല്ലാം ചെയ്യുന്നു. അതാണ് ഇവിടെ പറയുന്നത്.
ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ വിപ്രരെ കുറിച്ചും വിപ്രര്, ബ്രാഹ്മണര്, വൈഷ്ണവര്, ഈ 3 കാറ്റഗറിയിലുള്ളവരെ കുറിച്ച് പറയുന്നു. വിപ്രരാരാണ്? ആ ഒരു വ്യത്യാസം നമ്മൾ അറിയില്ല. വിപ്ര, ബ്രാഹ്മണ, വൈഷ്ണവ. വിപ്ര എന്ന് പറയുമ്പോൾ അവര് സമൂഹത്തെ ഗൈഡ് ചെയ്യുന്നവരാണ്. പക്ഷെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടി, ഉദാഹരണത്തിന് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ, സാധനങ്ങളൊക്കെ വേണം. പൈസ വേണം, പല സംഭവങ്ങൾ ആവശ്യമാണ്. നെസസിറ്റീസ്, ഭൗതികമായിട്ടുള്ള ഒരുപാട് ആവശ്യങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ അതെല്ലാം എങ്ങനെ നേടാൻ സാധിക്കും, നിറവേറ്റാൻ സാധിക്കും എന്നുള്ളത് വേദങ്ങളുടെ കർമ്മകാണ്ഡ സെക്ഷനിൽ പറയുന്നുണ്ട്. അതായത് ഇന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് ഇതാണ്. കർമ്മകാണ്ഡത്തിൽ പറയുന്നു ഇന്ന കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ഇതാണെന്നുള്ളത്. ആ കാര്യങ്ങൾ ഉപദേശിക്കുന്നവരാണ് വിപ്രർ. ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ അവരുടെ കർമ്മകാണ്ഡമല്ല അവരുടെ ടോപ്പിക്. വിപ്രരുടെ കർമ്മകാണ്ഡമാണെങ്കിൽ ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ അവര് അതീന്ദ്രിയ ജ്ഞാനമാണ്. അവരുടെ സെക്ഷൻ ജ്ഞാനകാണ്ഡമാണ്. ഇനി ജ്ഞാനകാണ്ഡത്തിനപ്പുറത്ത് ഉപാസനകാണ്ഡം എന്ന് പറയുന്നുണ്ട്. അത് ജ്ഞാനകാണ്ഡം അതിന്റെ മുകളിലാണ് ഉപാസനകാണ്ഡം. ഉപാസനകാണ്ഡം എന്ന് പറയുന്നത് ഉപാസന, ആ ഒരു ആരാധനയെ കുറിച്ചൊക്കെ പറയുന്നത്. അത് ജ്ഞാനത്തിനേക്കാൾ, കാര്യം ജ്ഞാനം എന്ന് പറയുമ്പോൾ ആ അതീന്ദ്രിയമായിട്ടുള്ള ഒരു ജ്ഞാനം അല്ലെങ്കിൽ അറിവ് ഉണ്ടാവുക എന്നുള്ളതാണ്. എന്നാൽ അതിനപ്പുറത്തൊരു ഉപാസന എന്ന് പറയുമ്പോൾ അവിടെ ആരാധനയും കാര്യങ്ങളും വരുന്നു. ഇനി ഉപാസനകാണ്ഡ അവസാനം ഭക്തിയിലേക്കാണ് എത്തുന്നത്. അപ്പോൾ വൈഷ്ണവരെന്ന് പറയുമ്പോൾ അവര് ഭക്തരാണ്, അവരാണ് ഏറ്റവും ടോപ്പ്. ഇപ്പോൾ ബ്രാഹ്മണരും വൈഷ്ണവരും, എല്ലാവരും വൈഷ്ണവരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിക്കൊള്ളണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ജ്ഞാനകാണ്ഡത്തില് തന്നെയാണ് അവരിയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രേമപൂരിതമായിട്ടുള്ള ഭക്തി ഹൃദയത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, ചില ബ്രാഹ്മണരൊക്കെ വേദങ്ങൾ നന്നായി വായിക്കുന്നു, പഠിക്കുന്നു, കാണാതെ പറയുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് ജ്ഞാനം അവർ സ്വീകരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, ഒരു റിച്വൽ ആയിട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഹൃദയത്തിൽ ആ ഒരു പ്രേമം ഭഗവാനോട് ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ഭക്തരെന്ന് വിളിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ വൈഷ്ണവരെന്ന് വിളിക്കാൻ സാധിക്കില്ല. വൈഷ്ണവരെന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ അവരുടെ ഭക്തിയാണ് ഉണ്ടാവുന്നത്. ഭക്തി എന്ന് പറയുമ്പോൾ അവിടെ പ്രേമമാണ്. അതാണ് വൈഷ്ണവരും ബ്രാഹ്മണരും തമ്മിലുള്ള വ്യത്യാസം. വൈഷ്ണവരെന്ന് പറയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ബ്രാഹ്മണരാണ്. ബ്രാഹ്മണരുടെ ക്വാളിറ്റീസ് ഓൾറെഡി അവർക്കുണ്ടാവും. എന്നാൽ ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ വൈഷ്ണവർ ആയിക്കൊള്ളണമെന്നില്ല. ബ്രഹ്മജ്ഞാനം ഉണ്ടാവും, പക്ഷേ ഭക്തി ഉണ്ടാവണമെന്നുള്ളത് ഉറപ്പില്ല. അതുകൊണ്ട് നമ്മളെ ഉപദേശിക്കുന്നത് ഗുരുജനങ്ങളും ശാസ്ത്രങ്ങളും എന്താണെന്ന് വെച്ചാൽ, ബ്രാഹ്മണരുടെ, അതായത് വൈഷ്ണവരായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബ്രാഹ്മണരുടെ ക്വാളിറ്റീസും അവർക്ക് ഉണ്ടാവുമെന്നുള്ളത്. അപ്പോൾ ജ്ഞാനം നേടുക എന്നുള്ളത് മാത്രമല്ല ലക്ഷ്യം, അതിനപ്പുറത്ത് എന്തിനാണ് ഈ ജ്ഞാനം ആവശ്യമുള്ളത് എന്നുള്ളത് നമുക്കറിയണം. ഇതെല്ലാം ഓക്കെ, ഒരുപാട് ശാസ്ത്രം പഠിക്കുന്നു, ഒരുപാട് വേദങ്ങൾ പഠിക്കുന്നു, ഒരുപാട് ശ്ലോകങ്ങൾ ചൊല്ലുന്നു, ഉച്ചാരണത്തോടുകൂടി പല കാര്യങ്ങളും ചെയ്യുന്നു, ചൊല്ലുന്നു. അതുകൊണ്ട് എന്താണ് പ്രയോജനം? റിസൾട്ട് എന്താണ്? അല്ലെങ്കിൽ ഉദ്ദേശം എന്താണ്? ജ്ഞാനിയായി മാറി ബ്രഹ്മജ്യോതിയിലേക്ക് പോയി ലയിക്കണം എന്നുള്ളതോ അങ്ങനെ അതല്ലല്ലോ. ഹൃദയത്തിൽ ഇതെല്ലാം അറിയേണ്ടത് ആ ഭഗവാനെ സേവിക്കുവാനുള്ള ആ ഒരു സ്നേഹം, പ്രേമം ഉള്ളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഭക്തിയുടെ സ്ഥാനം ഏറ്റവും മുകളിലാണ്. അതാണ് വിപ്രരും ബ്രാഹ്മണരും വൈഷ്ണവരും തമ്മിലുള്ള വ്യത്യാസം. ഈ ഒരു വ്യത്യാസം ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇനി 30ാമത്തെ ശ്ലോകം മുതൽ അടുത്ത സെക്ഷനാണ്. പരീക്ഷിത് മഹാരാജാവ് അങ്ങനെ വളർന്നു വരുന്നു. അദ്ദേഹം പിന്നീടുള്ള കാര്യങ്ങളാണ് അടുത്ത 36ാമത്തെ ശ്ലോകം വരെ പറയുന്നത്. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. ഒരു വേറെ സെക്ഷൻ ആയതുകൊണ്ട് ഞാൻ തുടങ്ങുന്നില്ല. അപ്പൊ 36 ശ്ലോകങ്ങൾ ഈ ഒരു അധ്യായത്തിലുള്ളൂ. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നാളെ നമ്മൾ ഈ അധ്യായം പൂർത്തിയാക്കുമെന്ന്
പ്രതീക്ഷിക്കുന്നു. നോക്കാം. जगद्गुरु शिला प्रभुपाद की जय, ग्रंथराज श्रीमद् भागवतम की जय, समवेत गौर भक्त वृंद की जय, शचीनंदन श्री गौर हरि की जय, श्री नित्यानंद राम की जय, श्री वृंदावन धाम की जय. जय जय श्री राधेश्याम. निताय गौर प्रेमानंदे. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എനി കമന്റ്സ്? ഹരേ കൃഷ്ണ. പ്രഭുജിയുടെ ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോൾ തോന്നിയത് പരീക്ഷിത് മഹാരാജാവിന്റെ ഭാവിയെ കുറിച്ച് ആസ്ട്രോളജിസ്റ്റ് ഒക്കെ പ്രവചിച്ചല്ലോ. അതില് അദ്ദേഹം കടന്നു പോകുന്ന വഴികളെ കുറിച്ചൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹം ഇതിന് അല്ലാതെ ഭാഗവതം നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് പ്രഭുജിയുടെ ക്ലാസ്സുകളിലൂടെയും. അപ്പം പരീക്ഷിത്ത് മഹാരാജാവിന് ആ ബ്രാഹ്മണനായിട്ടുള്ള ആ ബാലകനിൽ നിന്ന് ശാപം കിട്ടുമ്പം അദ്ദേഹം അത് കേട്ടിട്ട്, ആ ശാപം കേട്ടിട്ട് അതിനെതിരെ ആക്ട് ചെയ്യുകയല്ല, അത് റിസീവ് ചെയ്യുക. ഭഗവാന്റെ ആ ഓർഡർ അദ്ദേഹം അത് സ്വീകരിച്ചിട്ട് അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹം ഇപ്പൊ ഏത് പവറിലാണോ ഇരിക്കുന്നത് അതെല്ലാം മാറ്റി വെച്ചിട്ട് എനിക്ക് സമയമായി എന്ന് പറഞ്ഞിട്ട് അതൊരു ചാൻസ് ആയിട്ട് എടുത്തിട്ട് ഭഗവാന്റെ അതെല്ലാം സ്വീകരിച്ചിട്ട് അദ്ദേഹം മറ്റൊരു വഴിയിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ വിതുര മഹാരാജാവിനെ, അദ്ദേഹത്തെ ദുര്യോധനൻ പരിഹസിച്ച് ദാസിപുത്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്താക്കുമല്ലോ പ്രഭുജി. അപ്പം പ്രഭുജി പറഞ്ഞിട്ടാണ് ഞാനിത് കേട്ടിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം അറ്റോൺസ് ആ അമ്പും വില്ലുമൊക്കെ അവിടെ ചാരി വെച്ചിട്ട് അപ്പൊ തന്നെ പുറത്തിറങ്ങി തിരിക്കുകയായി തീർത്ഥാടനത്തിന് വേണ്ടി. അപ്പൊ അത് റിസീവ് ചെയ്യാനുള്ള പവർ ഉണ്ടല്ലോ, അത് റിജക്റ്റ് ചെയ്യാതെ ആ പ്രഭുജി ഫസ്റ്റ് പറഞ്ഞിരുന്നു എല്ലാവരിലേക്കും ഭഗവാന്റെ അനുഗ്രഹ വർഷം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷെ ആ പാത്രത്തിനകത്ത് ഓട്ടയുള്ളത് കൊണ്ടാണ് നമുക്കത് റിസീവ് ചെയ്യാൻ പറ്റാത്തത്. ഇതാണ് ധൈര്യം. ആ നിർഭയമായിട്ടുള്ള രാജ്യത്തേക്ക് അദ്ദേഹം പോയി, ആ രാജ്യം അദ്ദേഹം പ്രാപിച്ചു എന്ന് പറയുമ്പം തന്നെ ആ നിർഭയമായിട്ടുള്ള രാജ്യത്തേക്ക് ഒരാൾ പോകണമെങ്കിൽ ഈ ഭൂമിയിലും അയാൾ നിർഭയനായിട്ട് ജീവിക്കണം. അപ്പൊ പ്രഭുജി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഒരു ഭക്തനാണ് ഏറ്റവും വലിയ ധൈര്യശാലി. അദ്ദേഹം ഒരു ഭക്തനായിരിക്കുന്ന ആൾ ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട് ഭഗവാനിലേക്ക് എത്താൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നി പ്രഭുജിയുടെ ക്ലാസ് കേട്ടപ്പം. അതുപോലെ തന്നെ യുധിഷ്ഠിര മഹാരാജാവിന്റെ ആ പോർഷൻസിലൂടെ ഒക്കെ കടന്നു പോയപ്പം ഇതിന് മുന്നേ ഇഷ്ടം പോലെ ഭാഗവതം കഥകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ യുധിഷ്ഠിര മഹാരാജാവിനെ ഈ ഒരു പ്രത്യേക ഒരു ജാലകം വഴി ഉള്ള ആ വ്യൂ, ഒരു ഭക്തനായിട്ടുള്ള, അതുപോലെ തന്നെ പരീക്ഷിത്ത് മഹാരാജാവ് എത്രയോ സ്കൂൾ ക്ലാസ് മുതൽ കേൾക്കുന്നത് അദ്ദേഹത്തോടുള്ള ആ ഒരു ഭക്തൻ എന്നുള്ള ഈ ഉത്തരം ദേവിയുടെ ഗർഭപാത്രത്തിനകത്ത് കിടന്നിട്ട് അതൊക്കെ ഞാൻ ഇപ്പം അത് കേട്ടു പോകുന്നതേ ഉള്ളൂ. ആ കുഞ്ഞിനെ ഭഗവാനെ കാണുന്ന അതൊക്കെ അത് കേൾക്കുമ്പോ ആ പരീക്ഷത്തിനെയൊക്കെ നമിച്ചു പോവുക പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ്, ഇതെല്ലാവരും ഭാഗവതം നമുക്ക് തന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള ശുദ്ധ ഭക്തരെ കുറിച്ച് നമ്മളെ കേൾപ്പിക്കുവാനും മനസ്സിലാക്കിപ്പിക്കുവാനും ആ ഒരു പാത പിന്തുടരാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും പരീക്ഷിത് മഹാരാജാവും യുധിഷ്ഠിര മഹാരാജാവും ഒക്കെ എവിടെയോ ആണ്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. മാതാജിയുടെ റിഫ്ലക്ഷൻസും ആ ഒരു ഇതെല്ലാം കേട്ട് മാതാജി അതിനെ പോയിന്റുകളെല്ലാം ധ്യാനിക്കുന്നത്, കണ്ടംപ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അതിമനോഹരം. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവരും വരിക. യാതൊരു മുടക്കവും കൂടാതെ ഇത് ഭംഗിയായിട്ട് പോകാനും എല്ലാ ഭക്തജനങ്ങളും വരുന്നതിലേക്ക് വേണ്ടിയിട്ടും പ്രഭുജിയോട് ആദരവപൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം.
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ രാമ രാമ രാമ. ഹരേ കൃഷ്ണ. നമ്മുടെ ഗുരു മഹാരാജിന് വേണ്ടിയിട്ട് ഐസിയുലാണ് നമ്മുടെ ഒരു 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം കൂടെ ഗുരു മഹാരാജിന് വേണ്ടിയിട്ട് പറയാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ തരോപേക്ഷ കൃപാ സിന്ധുപേവച പതിദാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. हरे कोटि वैष्णव वृंद के हरिनाम संकीर्तन यज्ञ के हरे कृष्ण महामंत्र के श्रील प्रभुपाद के जय श्री